ഓം നമോ ഭഗവതേ വാസുദേവായ. കുട്ടികളെ, നമുക്കിന്ന് തൃണാവർത്തമോക്ഷം കഥ പറയാം. കംസൻ ഉണ്ണിയെ കൊല്ലാൻ വേണ്ടി ശകടാസുരനെ അയച്ചുവല്ലോ. എന്നിട്ടെന്തായി? ശകടാസുരൻ മരിച്ചു. ശകടാസുരൻ മരിച്ച വിവരം കംസൻ അറിഞ്ഞപ്പോൾ അവന്റെ പേടി ഒന്നുകൂടി അധികരിച്ചു. അതുകൊണ്ട് ശകടാസുരനേക്കാളും മായാവിയും ശക്തിവനുമായ ഒരു രാക്ഷസനെ ഉണ്ണിയെ കൊല്ലുവാനായി അയക്കാമെന്ന് ചിന്തിച്ചു. അങ്ങനെ കംസൻ തൃണാവർത്തൻ എന്ന രാക്ഷസനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. തൃണാവർത്തൻ ഭയങ്കര ശക്തിമാനും മായാവിയുമാണ്. ഞാൻ എങ്ങനെയാണ് ഗോകുലത്തിലേക്ക് പോവുക? കംസന്റെ ആഗ്രഹം നടപ്പാക്കണമല്ലോ. കംസൻ ആദ്യമേ തൃണാവർത്തനോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ആരും കാണാത്ത രീതിയിൽ മായാവിയായിട്ട് വേണം അവിടെ പോകാനെന്ന്. കാറ്റായി പോകാമെന്ന് വെച്ചാൽ അതും നടക്കില്ല. ശകടാസുരൻ കാറ്റായി ആണല്ലോ പോയത്. എന്നിട്ടെന്തായി? ശകടാസുരൻ മരിച്ചു. ഉണ്ണിക്ക് ഒന്നും സംഭവിച്ചുമില്ല. അതുകൊണ്ട് ചുഴലിക്കാറ്റായിട്ട് പോകാമെന്ന് തൃണാവർത്തൻ വിചാരിച്ചു. അങ്ങനെ തൃണാവർത്തൻ ഗോകുലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. രാക്ഷസവേഷത്തിൽ പോയാൽ അവിടെ എല്ലാവരും പേടിക്കും. ഉണ്ണിയെ കണ്ടതിനു ശേഷം ചുഴലിക്കാറ്റായി മാറിയാലും മതി. അതുകൊണ്ട് ഒരു ഗോപന്റെ വേഷം ധരിച്ചാണ് ഗോകുലത്തിലേക്ക് പോയത്. ആർക്കും ഒരു സംശയവും ഇല്ല. അതേമാതിരിയാണ് അവന്റെ പെരുമാറ്റം. ഗോകുലത്തിൽ എല്ലായിടത്തും അവൻ ഉണ്ണിയെ തിരയുകയാണ്. ഗോകുലത്തിലാണെങ്കിൽ യശോദ വീടിന്റെ വരാന്തയിൽ ഇരുന്ന് ഉണ്ണിയെ മടിയിലിരുത്തി പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് തൃണാവർത്തൻ വന്നത്. ഉണ്ണിക്ക് മനസ്സിലായി, ഭഗവാനാണല്ലോ ഉണ്ണിയായി വന്നത്. തൃണാവർത്തന് ഇതൊന്നും അറിയില്ലല്ലോ. തൃണാവർത്തൻ യശോദയെയും കുഞ്ഞിനെയും കണ്ടു. ഇത് ഉണ്ണിക്ക് മനസ്സിലായി. ഉണ്ണി യശോദയുടെ മടിയിലാണല്ലോ. ഉണ്ണിക്ക് ഭാരം അധികരിക്കുന്നതായിട്ട് യശോദയ്ക്ക് തോന്നി. യശോദയ്ക്ക് ഭയമായി. ഉണ്ണിക്ക് എന്തോ അസുഖം വരികയാണോ എന്ന്. അവൾ ഉണ്ണിയെ എടുത്തുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ആവുന്നില്ല. അതുകൊണ്ട് ഉണ്ണിയെ അവിടെ തന്നെ കിടത്തി. എന്നിട്ട് പൂജാമുറിയുടെ അടുത്തേക്ക് പോയി ഉണ്ണിയെ രക്ഷിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. യശോദയ്ക്ക് അറിയില്ലല്ലോ ഉണ്ണി ഭഗവാനാണെന്നുള്ളത്. ഉണ്ണി ഒറ്റയ്ക്കായപ്പോൾ തൃണാവർത്തൻ ചുഴലിയായി വന്നു. ചുഴലിക്കാറ്റടിച്ചപ്പോൾ അവിടെയുള്ള എല്ലാവരുടെയും കണ്ണിലും മൂക്കിലും പൊടി പോയി. കണ്ണ് കാണാതെയായി. ഭൂമി നടുങ്ങുന്ന മാതിരി തോന്നി. അത്രയ്ക്കും വലിയ ചുഴലിയായിരുന്നു. പൊടിപടലങ്ങൾ ആകാശത്തേക്കുയർന്നു. ആ കൂട്ടത്തിൽ ഉണ്ണിയെയും ചുഴലി കൊണ്ടുപോയി. യശോദ ഓടി വന്നു. ഉണ്ണിയെ കാണുന്നില്ല. ഉറക്കെ കരച്ചിലായി. ഗോപന്മാരും ഗോപികമാരും ഓടിവന്നു. ചുഴലിക്കാറ്റ് കുറച്ച് ശമനമായി. എല്ലാവരും ചുറ്റിലും നോക്കി. ഉണ്ണിയെ എവിടെയും കാണുന്നില്ല. ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഉണ്ണിയതാ ചുഴലിയുടെ കൂടെ ആകാശത്തിൽ. എല്ലാവരും സങ്കടം സഹിക്കവയ്യാതെ പൊട്ടിക്കരഞ്ഞു. തൃണാവർത്തൻ ആകാശത്തിൽ എത്രയോ മേലെ പോയി. ഒരു പർവ്വതം ചുമലിൽ ഇരിക്കുന്ന പോലെ തൃണാവർത്തന് അനുഭവപ്പെട്ടു. വേദന കൊണ്ട് അവൻ തളർന്നു. ഉണ്ണിയെ താഴെയിടാൻ അവൻ ആവതും ശ്രമിച്ചു നോക്കി. പക്ഷേ ഉണ്ണി തൃണാവർത്തന്റെ കഴുത്തിൽ മുറുകെ ഞെക്കിപ്പിടിച്ചിരിക്കുകയാണ്. എന്നെ കൊല്ലാൻ വന്നവനല്ലേ, അവനെ വെറുതെ വിടാൻ പാടില്ലല്ലോ എന്ന് ഉണ്ണി ചിന്തിച്ചു. തൃണാവർത്തന്റെ കഴുത്തിൽ പിടിച്ച് അവനെ കൊന്നു. മേഘത്തിൽ മിന്നൽ ഉള്ള പോലെ തൃണാവർത്തന്റെ പ്രാണൻ ഭഗവാനിൽ ലയിച്ചു. അവന്റെ ശരീരം ആകാശത്തു നിന്നും ഭൂമിയിൽ ഒരു പാറക്കല്ലിൽ വീണു. ശബ്ദം കേട്ട് എല്ലാവരും പേടിച്ചുപോയി. അവന്റെ ശരീരം വീണതും ഭൂമി കുലുങ്ങുന്നുണ്ടായിരുന്നു. മല പോലെയുള്ള അവന്റെ ശരീരത്തിൽ ഉണ്ണി കൈകാലിട്ടടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി പോയി ഉണ്ണിയെ എടുത്ത് യശോദയ്ക്ക് കൊടുത്തു. ഉണ്ണിയെ ശരിക്ക് നോക്കിയില്ല എന്ന് പറഞ്ഞ് യശോദയെ എല്ലാവരും വഴക്കു പറഞ്ഞു. ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് തൃണാവർത്തനെ വധിച്ചത് എന്ന്? കഥ ഇഷ്ടമായോ മക്കളെ? ഇനി നിങ്ങളെല്ലാം പോയി ഭക്ഷണം കഴിച്ചോളൂ. സർവം കൃഷ്ണാർപ്പണമസ്തു.